വഴി, ഒരു പാപം മരണത്തിലേക്ക് എത്തിച്ച വഴി, ഒരു നോട്ടം കൊണ്ട് വിറച്ചുപോയ പേടിച്ചുപോയ ഒരു സഹാബി. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. പാപികളായ ആളുകൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ അല്ലാഹു സമയം നൽകിയിരിക്കുകയാണ്. പശ്ചാത്തപിച്ചു മടങ്ങിക്കോളൂ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഗൗരവം മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി പാപം ചെയ്തിരിക്കെ, ഒരു തെറ്റ് ചെയ്തിരിക്കെ, ഒരു നിസ്കാരം ഖളാ ആക്കിയിരിക്കെ, എന്തെങ്കിലും ഒരു കർമ്മം അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് ചെയ്തിരിക്കെ, ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കെ ഉറങ്ങാൻ കഴിയില്ല. അവരെഴുന്നേറ്റ് പോകും. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാത്രികളിൽ കിടപ്പറകളിൽ ഉറക്കം വരാതെ കൈകാലുകൾ എഴുന്നേൽക്കുകയാണ്. കൈകൾ ആകാശത്തേക്ക് ഉയരുന്നു. അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച്, മഗ്ഫിറത്ത് ചോദിച്ച് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു വിളിക്കുന്നു. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ ഭയപ്പാടോടുകൂടെ പേടിയോടുകൂടെ അല്ലാഹുവിനെ സമീപിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പുണ്യം, അവർക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണ്, കൺകുളിർമ എത്രയാണ്, അല്ലാഹുവിനല്ലാതറിയില്ല. ഒരാൾക്കും അതറിയാൻ സാധ്യമല്ല. അത്രക്ക് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. പേടിച്ചുകൊണ്ട് ഭയപ്പെട്ട അല്ലാഹുവിലേക്ക് കൈകൾ ഉയരുമ്പോൾ അല്ലാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. അല്ലാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു തരട്ടെ. പാപികൾ അല്ലാഹുവിന്റെ മുമ്പിൽ പാപികളല്ലാത്തവരാരാണ്? فمن يعظ الناس بعد محمد ولو لم يعظ في الناس من هو مذنب فمن يعظ العاصين بعد محمد. പാപം ചെയ്യാത്ത ആളുകൾ മാത്രം മതി എന്ന് വന്നാൽ, പാപം ചെയ്യാത്തവരെ, തെറ്റ് ചെയ്യാത്തവരെ മാത്രം ഉപദേശിച്ചാൽ മതി എന്ന് വന്നാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ആർക്കാണ് എഴുന്നേറ്റെന്ന് പറയാൻ കഴിയുക? ആർക്കാണ് വാള് പറയാൻ കഴിയുക? ആരെയാണ് ഉപദേശിക്കാൻ പറ്റുക? അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ പാപികളാണ്. പക്ഷേ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കളൊക്കെ പാപം ചെയ്യുന്നവരാണ്. നബിയാക്കന്മാരൊഴികെ അവർ മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. ബാക്കിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആ തെറ്റുകാരിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും നല്ലവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. ചെറുതിൽ നിന്നും വലുതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മുടെ പശ്ചാത്താപം റബ്ബ് സ്വീകരിക്കട്ടെ. തൗബ ചെയ്യാനുള്ള മനസ്സ് വരണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അളമത്ത് ഓർമ്മ വരണം. അല്ലാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ഓർമ്മ വരണം. പാപികളെ വേണ്ടാന്നല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്തവർ മാത്രം എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തെറ്റ് ചെയ്യാത്തവർ മാത്രം എന്റെ കൂടെ വന്നാൽ മതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന് ഇഷ്ടമുണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നവരെ. അല്ലാഹുവിന് പൊരുത്തമാണ്, നാക്ക് പൊരുത്താണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖാദിസിയയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ട് അബൂ മെഹ്ജൻ ഒരു മുസ്ലിമാണ്. പക്ഷേ മുസ്ലിമീങ്ങളിൽ പല ആളുകളും ഇന്ന് ചെയ്യുന്ന പോലെ സൗകര്യം കിട്ടിയാൽ തെറ്റ് ചെയ്തേക്കും. അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് മദ്യമാണ്. മദ്യം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാതെ പോയ ഒരു മനുഷ്യൻ അബൂ മെഹ്ജൻ യുദ്ധത്തിന് പോകുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഖാദിസിയയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹുവാണ് യുദ്ധം നിയന്ത്രിക്കുന്നത്. സാധ്യതകൾക്കും പേർഷ്യക്കാരുടെ സൈന്യാധിപരും തമ്മിൽ നെഗോസിയേഷൻ നടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമാകുന്നു. അബൂ മെഹ്ജന് സഹികെടുന്നു. ഒളിപ്പിച്ചു വെച്ച മദ്യത്തിന്റെ കുപ്പിയിൽ നിന്ന് ഒരൽപ്പം എടുത്ത് കുടിക്കുന്നു അബൂ മെഹ്ജൻ.
സഅദ് റളിയല്ലാഹു അൻഹു കാണുന്നു യുദ്ധത്തിന്റെ സമയമാണത്. സഅദ് റളിയല്ലാഹു അൻഹു അബൂ മിഹ്ജനെ തടയുകയല്ല, അബൂ മിഹ്ജനെ വേണ്ട എന്ന് ഉമ്മത്തിന് വേണ്ട എന്ന് പുച്ഛിച്ചു തള്ളുകയല്ല, പശ്ചാത്തപിച്ചു മടങ്ങാൻ, തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കുന്നു. അബൂ മിഹ്ജനെ പിടിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു കൊടുത്ത ശിക്ഷ കെട്ടിയിടുകയാണ് ചെയ്തത്. ഒരു ടെന്റിന്റെ ഉള്ളിൽ പിടിച്ചു കെട്ടി. അബൂ മിഹ്ജന്റെ ശിക്ഷ ഇതാണ്: നീ യുദ്ധത്തിന് വരണ്ട, നീ ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരണ്ട, ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് കാലുകളിൽ ബന്ധിച്ചുകൊണ്ട് ടെന്റിന്റെ ഉള്ളിൽ പിടിച്ചു കെട്ടിയ അബൂ മിഹ്ജനെ യുദ്ധം തുടങ്ങുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം നിയന്ത്രിച്ചത് കിടന്നുകൊണ്ടാണ്. കട്ടിലിൽ കിടന്ന് ശരീരമാസകലം മുറിവുണ്ടായി, ബഹുമാനപ്പെട്ടവർക്ക് നടക്കാൻ പോലും കഴിയാതെ കിടന്നുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം നിയന്ത്രിക്കുന്നത്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം റോമക്കാരുമായി പടപൊരുതുമ്പോ അബൂ മിഹ്ജൻ അവിടെ കിടക്കുന്നുണ്ട്, ടെന്റിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചു ദൂരെ സൈന്യത്തിന്റെ കമാൻഡുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കടന്നുകൊണ്ട്. ആ സമയത്ത് അബൂ മിഹ്ജന്റെ മനസ്സിൽ കൊതി വന്നു, യുദ്ധത്തിന് പോവണം, ഒന്ന് യുദ്ധം ചെയ്യണം, അള്ളാഹുവിന്റെ ദീനിനെ പുച്ഛിച്ചു തള്ളാൻ വന്നവർക്കൊരു മറുപടി കൊടുക്കണം. പക്ഷേ ഞാൻ എങ്ങനെ പോകും? എന്റെ കാലുകൾ ബന്ധിതനാണ്, മദ്യപിച്ചതിന്റെ പേരിൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര ബൽഖാ എന്ന കുതിര അവിടെയുണ്ട്. ആ കുതിരയെ ഒന്ന് ഓടിക്കണം, ശത്രുക്കളുടെ മുമ്പിലേക്ക് ചെല്ലണം, പകരം വീട്ടണം. സഅദ് തങ്ങളോട് പറഞ്ഞാൽ സഅദ് തങ്ങൾ വിടില്ല. സഅദ് തങ്ങളുടെ ഭാര്യ സൽമ ബീവിയോട് പറഞ്ഞു, സുലൈമാ ദഈനി, സുലൈമാ ദഈനി. സുലൈമാ, സൽമ ബീവിയെ വിളിക്കാണ് സുലൈമാ എന്ന സ്നേഹത്തോടെ. സൽമാ, നിങ്ങൾ എന്റെ കാലിലെ കറ്റം അഴിച്ചു തരുമോ? ദഈനി അർവി മിൻ സൈഫി സാഅതൻ, എന്റെ വാളെടുത്ത ശത്രുക്കൾക്കൊരു മറുപടി കൊടുക്കട്ടെ, എന്നെ ഒന്ന് വിട്ടയച്ചു തരുമോ? എന്നെ ഒന്ന് കെട്ടയച്ചു തരുമോ സൽമാ? പറ്റില്ല അബൂ മിഹ്ജനെ, സഅദ് എന്നവരറിഞ്ഞാൽ പ്രശ്നമാകും, തരാൻ പറ്റില്ല. സൽമാ, സഅദ് എന്നവരോട് പറയണ്ട, എന്റെ കാലുകളൊന്ന് അഴിച്ചു തന്നാൽ ഞാൻ ശത്രുക്കളിൽ പോയി ഈ കുതിരയും കൊണ്ടുപോയി അവർക്ക് ശരിയായൊരു മറുപടി കൊടുത്ത് ഞാൻ തിരിച്ചു വരാം. എങ്ങാനും ഞാനതിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ വെച്ച ആളാണ്, പിന്നെ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കേണ്ടതില്ലല്ലോ. ഞാൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരും, ഈ കൂടാരത്തിലേക്ക് ഞാൻ വരും, എന്റെ കാല് കെട്ടിയിടാൻ, എന്നെ ബന്ധിക്കാൻ ഞാൻ നിന്നു തരും. സൽമാ, ഒന്നഴിച്ചു തരുമോ, ഒന്നഴിച്ചു തരുമോ എന്ന് യാചിച്ച് കെഞ്ചിച്ചു വാങ്ങിയ അബൂ മിഹ്ജൻ എന്നവരെ അയച്ചു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയെടുത്തൊരു ഓട്ടം ശത്രുക്കൾക്കിടയിലേക്ക്. സഅദ് റളിയല്ലാഹു അൻഹു മണിക്കൂറുകളായി യുദ്ധങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നൽ കർറു ഫക്കറു അബീ മിഹ്ജൻ വൽ ഫർറു ഫർറുൽ ബൽഖാ, ആ ഒരു ചാട്ടം കാണുമ്പോ അബൂ മിഹ്ജന്റെ ചാട്ടം പോലെ ആ കുതിര കാണുമ്പോ എന്റെ ബൽഖാഇന്റെ ചാട്ടമാണല്ലോ അത്, ഓട്ടമാണല്ലോ അത്. ബൽഖാഇനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ അബൂ മിഹ്ജനാണെങ്കിൽ കൂടാരത്തിനുള്ളിൽ ബന്ധിയുമാണ്. എന്താണ് ഞാൻ ഈ കാണുന്നത്? അബൂ മിഹ്ജനെ പോലെ തന്നെ ഒരാൾ, എന്റെ കുതിരയെ പോലെ ഒരു കുതിര. ഇതൊക്കെ സഅദ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. യുദ്ധത്തിനിടയിൽ തന്നെ അബൂ മിഹ്ജൻ ഓടി വന്നു. സൽമ ബീവിയോട് പറഞ്ഞു, സൽമാ, ശത്രുക്കളിൽ 5-8 പേരെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരികയാണ്, എന്നെ പിടിച്ചു കെട്ടിക്കോളൂ, കാലുകളിൽ ചങ്ങല ബന്ധിച്ചോളൂ. ബന്ധിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ കുതിരയുണ്ട് ബൽഖാ, അതിനെയും കെട്ടിയിട്ടു. സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കഴിഞ്ഞ് ടെന്റിന്റെ അരികത്തുകൂടെ ഇങ്ങനെ വരുമ്പോ കുതിര ഇങ്ങനെ കിതക്കുന്നുണ്ട്. സൽമാ, ഇതെന്ത് പറ്റി ഈ കുതിരക്ക്? ഇവിടെ കെട്ടിയിട്ട കുതിര കിതക്കുകയാണോ? ഇതെന്ത് പറ്റി? സൽമ ബീവിക്ക് പറയേണ്ടി വന്നു, സഅദ് എന്നവരെ, അബൂ മിഹ്ജൻ എന്റെ കൈയും കാലും പിടിച്ചു പറയുന്ന പോലെ അങ്ങേറ്റം താണകേണ് യാചിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിട്ടയച്ചിരുന്നു. അങ്ങയുടെ കുതിരയെടുത്ത് അബൂ മിഹ്ജൻ യുദ്ധം ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ സങ്കടപ്പെട്ടുകൊണ്ട് അബൂ മിഹ്ജൻ എന്നവർ പറഞ്ഞു, സഅദ് എന്നവരെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? ഞാൻ അല്ലാഹുവിനോട് പൊറുക്കല് ചോദിക്കാം, നിങ്ങൾ പൊറുത്തു തരുമോ? അബൂ മിഹ്ജൻ, ഇനി നിങ്ങൾ ഈ പാപം ആവർത്തിക്കുമോ? ഇല്ല സഅദ് എന്നവരെ, ഞാൻ ആവർത്തിക്കില്ല, എനിക്ക് മാപ്പ് തരേണമേ, ഞാനിത് ആവർത്തിക്കില്ല, എനിക്ക് വിട്ടുതരേണമേ.
സഅദ് റളിയല്ലാഹു അൻഹു അബൂ മുഹ്ദിൻ എന്നവർക്ക് മാപ്പ് കൊടുക്കുന്നു. പാപികളായ ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. അവരെ പുച്ഛിച്ചു തള്ളാനുള്ളതല്ല, അവരെ നന്നാക്കി എടുക്കാനുള്ളതാണ്, സംസ്കരിച്ചെടുക്കാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു കള്ളു കുടിച്ചിരുന്ന ഒരു മനുഷ്യനെ നന്നാക്കി എടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു പശ്ചാത്തപിച്ച് മടങ്ങാൻ സമയം കൊടുത്തു. തെറ്റ് ചെയ്തവർക്ക് നന്നാവണ്ടേ, പാപം ചെയ്തവർക്ക് തിരിച്ചു വരണ്ടേ, അല്ലാഹുവിന് ഓടിപ്പോയവർക്ക് റബ്ബിലേക്ക് ഓടി അടുക്കണ്ടയോ, അതിനവസരം കൊടുക്കണ്ടേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ കൂടെയുണ്ട്, നിരാശപ്പെട്ടു പോവല്ലേ. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കില്ലേ? എന്നെ അല്ലാഹു കൈവെടിഞ്ഞു, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തൂലേ, എന്നെ അല്ലാഹു നാളെ നരകത്തിലേക്ക് എറിയുമോ എന്നൊന്നും പേടിക്കല്ലേ. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് തൗബയായി കരച്ചിൽ വന്നാൽ, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പശ്ചാത്താപമായി പ്രാർത്ഥനകൾ ഉയർന്നാൽ അല്ലാഹുവിന്റെ അർശ് വിറക്കും, അല്ലാഹു പുറത്തു വരും, അല്ലാഹു മാപ്പ് തരും. തൗബ ചെയ്ത് മടങ്ങുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ആരെപ്പോലെ എന്നറിയുമോ? മരുഭൂമിയിൽ യാത്ര പോയൊരു ചെറുപ്പക്കാരൻ, ആ ഒട്ടകപ്പുറത്ത് തന്റെ വാഹനപ്പുറത്ത് വസ്ത്രമുണ്ട്, ടെന്റുണ്ട്, കൂടാരമുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ഒരു മരത്തിന്റെ താഴെ കിടന്നുറങ്ങുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഉദാഹരണം. ആ ഒട്ടകം തന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ധൈര്യത്തിൽ കിടന്നുറങ്ങി കണ്ണു തുറന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ ഒട്ടകത്തെ കാണാനില്ല. അതിന്റെ മീതെയാണ് അതിന്റെ വെള്ളമുള്ളത്, വസ്ത്രമുള്ളത്, ഭക്ഷണമുള്ളത്. മരുഭൂമിയുടെ നടുവിലാണ് ഒട്ടകം പോയാൽ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ അവൻ മരിക്കും. ആ മനുഷ്യനെ തോട്ടമോടാൻ തുടങ്ങി. കുറെ ഓടി നടന്നു, തന്റെ ഒട്ടകത്തെ കാണുന്നില്ല. ക്ഷീണിച്ച് തളർന്ന് ഒരു മരത്തിന്റെ താഴേക്ക് തിരിച്ചു വന്നു. നിരാശപ്പെട്ട് തിരിച്ചു വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ക്ഷീണിച്ചവശനായി ഉറങ്ങിപ്പോകുന്നു. ആ ഉറക്കം ഒരു നീണ്ട ഉറക്കമാണ്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴുണ്ട് താൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒട്ടകം മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഫഖാല മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് മതിമറന്നു പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പോയി തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരവസ്ഥയിൽ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമസ്ഥനാണ്. സന്തോഷം കൊണ്ട് ഇയാൾക്ക് തെറ്റിപ്പോയി. നിബിധങ്ങൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ എന്റെ ഉടമസ്ഥൻ, ഞാൻ നിന്റെ അടിമയുമാണ്. പറഞ്ഞതോ അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമസ്ഥനാണ്. സന്തോഷം കൊണ്ട് അയാൾക്ക് തെറ്റിപ്പോയി. അങ്ങനത്തെ ഒരു മനുഷ്യനെക്കാളും നിങ്ങളിൽ ഒരാൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന് തോന്നുന്ന സന്തോഷത്തെക്കാളും നിങ്ങളുടെ അല്ലാഹുവിന്, നിങ്ങൾ റബ്ബിലേക്ക് തിരിച്ചു വരുമ്പോൾ സന്തോഷമുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലൂ. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نور اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഴക്ക് പോയില്ലേ? മഴന്റെ പ്രയാസമൊക്കെ തീർന്നോ? ചെറിയ തണുപ്പായില്ലേ? നമ്മൾ എത്ര ഏസിട്ടാലപ്പത്തെ തണുപ്പിക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ മഴ വന്നാൽ അൽഹംദുലില്ലാഹ്. വല്ല നനവോ ക്ഷീണോ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമുക്ക് നന്മയായി റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം 10 മണിയായി. നമ്മൾ എത്ര മണിക്കാണ് തുടങ്ങിയത് രമേശ്? 8:15, 8:45. അപ്പൊ ഇനി ഒരു 3/4 മണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ SKSF-ന്റെ പ്രവർത്തകര് നിങ്ങളുടെ മുമ്പിൽ സമീപിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പോയാൽ പിന്നെ നിങ്ങളെ കിട്ടൂല, തിരിതിട്ട് തെരഞ്ഞാലും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യാ, നിങ്ങൾ കൊടുക്കി. അപ്പോ അവര് ഉദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ റുഖിയ ചെയ്ത, മന്ത്രിച്ചൂതി ദുആ ചെയ്ത തേൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ്
അതുകൂടെ നിങ്ങൾക്ക് നമ്മുടെ സംഘാടകർ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ മന്ത്രിച്ചൂതിയ റുഖിയ ചെയ്ത ദുആ ചെയ്തിട്ടുള്ള തേൻ കുപ്പികളുടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സദസ്സിൽ നിങ്ങൾക്ക് വിതരണം ചെയ്യും. അത് കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ സംഖ്യ കൊടുത്ത് അതിനൊരു പൈസ പറയാൻ പറ്റൂല, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതിനൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഒരു 1000 കൊടുത്ത് വാങ്ങണം എന്നാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഉള്ളത് കൊടുത്തിട്ട് നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് എന്ത് ചെയ്യാ? ഇൻഷാ അല്ലാഹ് നിങ്ങളത് വാങ്ങിയാൽ നമ്മുടെ ഈ പ്രവർത്തന ഫണ്ടിലേക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുമ്പോൾ ഓരോരുത്തരും കഴിവിന്റെ എത്രയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്വതക്ക കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ആ വിഷയം സഹകരിക്കണം എന്ന് കൂടെ അറിയിക്കുകയാണ്. എവിടെ വണ്ടി? ഒരു മാരുതി 800 എവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? മേലെ മുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ടക്ക എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ അതെന്ത് മാറ്റി കൊടുക്കി. വണ്ടി കിട്ട് ഓടിപ്പോന്നാണോ? വഴിയിലിട്ടിട്ട് വഴി തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വതക്ക. അങ്ങനെയൊക്കെ ബ്ലോക്ക് ആക്കണ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോയാൽ വണ്ടി എടുത്ത് പൊക്കൂലേ? പോലീസുകാരൊക്കെ ഗൾഫിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ കൊണ്ടുപോയ സ്വതക്കന്റെ കൂലിട്ടുന്ന വഴി തടസ്സപ്പെടുത്തുന്ന ഒഴിവാക്കിയ കൂലിട്ടുന്നല്ലേ. അപ്പോ വഴി ബ്ലോക്ക് ആക്കരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളൊക്കെ നല്ലവരും അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയം ഗൗരവമാണ് മുഅ്മിനീങ്ങളെ, വിഷയം ഗൗരവമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി വരേണ്ടവർ. അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ആ റബ്ബിന്റെ മുമ്പിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന്റെ തൗഫീക്ക് നമുക്ക് തരട്ടെ. ഏതൊരാളെ പേടിച്ചാലും ആ പേടിക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മൾ പോവില്ല, അള്ളാഹു ഒഴികെ. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെ പോകാനുള്ളത്. ബാക്കി ആരെ പേടിച്ചാൽ നമ്മൾ അങ്ങോട്ട് ആ വഴിക്ക് പോവില്ല. അള്ളാഹുവിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെ പോകാനുള്ളത്. റബ്ബിനോട് തന്നെ വന്ന് പറയണം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ചെറുപ്പക്കാരികൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരാളെ കൊണ്ടുവരുന്നു. നിബിതങ്ങൾ ചെയ്യുന്ന നിബിതങ്ങളുടെ തർബിയത്തിന്റെ രീതിയാണത്. തങ്ങൾ പാപം ചെയ്ത ആളുകളെ തങ്ങൾ തട്ടിമാറ്റില്ല. നോക്കണം, സഅലബ റളിയല്ലാഹു അൻഹുവിനെ നിബിതങ്ങൾ ആ മരണം എത്രയും മനോഹരമായി അനുഭവിക്കാൻ നിബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്തത് എന്തോ ഒരു മനോഹരമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നു. ആ ചെറുപ്പക്കാരൻ മദ്യപിച്ചതിന്റെ പേരിൽ നിബിതങ്ങളിൽ നിന്ന് ശിക്ഷ വാങ്ങിപ്പോകുന്ന ആളാണ്. ഒരിക്കൽ കൊണ്ടുവന്നു, അദ്ദേഹം അടി വാങ്ങിച്ചു പോയി. രണ്ടാമതും കൊണ്ടുവന്നു, തങ്ങൾ ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മൂന്നാമത്തെ തവണയും കൊണ്ടുവന്നപ്പോൾ ഒരു സ്വഹാബി കൂട്ടത്തിൽ നിന്നൊരു വാക്ക് പറഞ്ഞു. ശിക്ഷയും വാങ്ങിപ്പോകുമ്പോൾ ലഅനഹുല്ലാഹ് മാ അക്സറ മാ യുഅ്താ ബിഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ മനുഷ്യനെ ശപിക്കട്ടെ. എത്ര തവണയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത്? എത്ര തവണയാ കൊണ്ടുവരുന്നത്? ഈ മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ എന്നൊരു വാക്ക്, ലഅനഹുല്ലാഹ് എന്നൊരു വാക്ക് ഒരു സ്വഹാബിയുടെ നാവിൽ നിന്ന് അതാര് കേട്ടു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ തർബിയത്ത് ചെയ്യാൻ വന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപികളായ ആളുകളെ പുച്ഛിച്ചു തള്ളാനോ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനോ ഉള്ളവരല്ല. പാപികളായ ആളുകളെ ഈ ഉമ്മത്തിന് വേണം, അവരെ സംസ്കരിച്ചെടുക്കണം എന്ന് പഠിപ്പിക്കുകയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, നിങ്ങൾ ആരും ഈ മനുഷ്യന് ശാപം പറയല്ലേ, നിങ്ങൾ ആരും ഇയാൾക്ക് ശാപം കൊണ്ട് പ്രാർത്ഥിക്കല്ലേ. ലാ തൽഅനൂ വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നല്ലദീ അഅലമു, ഞാൻ അറിയുന്നത്, എനിക്ക് ബോധ്യപ്പെട്ടത്, ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഈ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ഇയാൾ. അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ഇയാൾ. ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കല്ലിൻ. ലാ തൽഅനൂ, ശാപത്തിന്റെ വാക്കുകൾ പറയല്ലിൻ. ഇയാൾ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സ്വഹീഹായ ഹദീസ്. നിബിതങ്ങൾ പറയാ, ശപിക്കല്ലിൻ. നിബിത അള്ളാഹിനോടും റസൂലിനോടും ഇയാൾക്ക് സ്നേഹമുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എവിടെയോ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളാണ്. നിബിതങ്ങൾ പോസിറ്റീവ് സൈഡാണ് നോക്കുക. നബിയുടെ പ്രത്യേകത അതാണ്. എപ്പോഴും ഒരു മനുഷ്യനിലെ നന്മയാണ് നിബിതങ്ങൾ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയാണ് നിബിതങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അയാൾ എത്രയോ കുഴപ്പങ്ങൾ ഉണ്ടാകാം, പക്ഷെ നിബിതങ്ങൾ നോക്കുന്നത് അയാളിലെ നന്മയാണ്.
ലാ തൽഅനൂ, ശപിക്കല്ലേ, ശാപം കൊണ്ട് ദുആ ചെയ്യലിൽ. ലാ തൽഅനൂ ലാ തദ്ഉ അലാ അൻഫുസികും വലാ അലാ ദവാബികും വലാ അലാ ഖദമികും വഔലാദികും. നിങ്ങൾക്കെതിരായോ, നിങ്ങളുടെ മക്കൾക്കെതിരായോ, നിങ്ങളുടെ വേലക്കാർക്കെതിരായോ, നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരായോ പ്രാർത്ഥിച്ചു പോകരുത്. നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കെതിരായി ദുആ ചെയ്യരുത്, നിങ്ങളുടെ മക്കൾക്കെതിരിൽ ദുആ ചെയ്യരുത്, നിങ്ങളുടെ വേലക്കാർ വീട്ടിൽ സഹായിക്കുന്നവർക്കെതിരിൽ ദുആ ചെയ്യരുത്, നിങ്ങളുടെ വാഹനം ടയർ പഞ്ചറായി എന്ന് വിചാരിക്കുക, അപ്പൊ കടന്ന് ദ്വാരക്ക കാറിനെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യാ? നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ ഒന്നിനും കേടായിട്ട് ദുആ ചെയ്യലിൻ. എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ ദുആ ചെയ്യുന്നത് ദുആക്ക് ഉത്തരമുള്ള സമയമാണെങ്കിൽ അല്ലാഹു അത് സ്വീകരിച്ചേക്കും. പിന്നെ നിങ്ങൾ അതുകൊണ്ട് കുടുങ്ങിപ്പോകും, പ്രയാസപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പാപികളായ ആളുകളെ സംസ്കരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയെ, എനിക്ക് ഇസ്ലാം കാര്യങ്ങളിലെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് എല്ലാം എനിക്ക് ബോധ്യമാണ് നബിയെ. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ് എല്ലാം ഒഴിവാക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ ഒരു കാര്യം ഒഴികെ ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരു കാര്യത്തിൽ എനിക്ക് ഇളവ് വേണം നബിയെ, അങ്ങൊരു സാങ്ഷൻ തരണം നബിയെ. അങ്ങ് അള്ളാഹുവിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അള്ളാഹുവിന്റെ ശറഅ് തീരുമാനിക്കുന്ന ശാരിഇൽ ഒരാളാണ് നബിയെ നിങ്ങൾ. അങ്ങേക്ക് അത് ചെയ്തു തരാൻ പറ്റുമല്ലോ. എനിക്ക് നിങ്ങളൊരു ഇളവ് തരണം നബിയെ. എന്താ വിഷയം? എനിക്ക് വ്യഭിചരിക്കാൻ അങ്ങ് സമ്മതം തരണം. ഇത് നബിയോട് പറയാൻ ധൈര്യപ്പെട്ടു എന്നതാണ് നബി തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹത്വം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളതിന് ചീത്ത പറയില്ല എന്ന ചെറുപ്പക്കാരനറിയാം. അള്ളാഹുവിന്റെ ഹബീബ് വിളിക്കുന്നു, അരികത്തേക്ക് വരണം. അടുത്തേക്ക് വിളിച്ചിരുത്തി. ഒരു ചെറുപ്പക്കാരന്റെ പരാതി, ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ, നബിയേ, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നബിയെ. വ്യഭിചാരമൊഴികെ അത് മാത്രം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങൊന്ന് ഇളവ് തരണം, അതെനിക്ക് മാപ്പ് തരണം, അതെനിക്ക് ഒഴിവാക്കി തരണം എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് അടുത്തേക്ക് വരണമെന്ന് ചെറുപ്പക്കാരനോട്. ചെറുപ്പക്കാരൻ പേടിയില്ലാതെ നബിയുടെ മുമ്പിലേക്ക് വന്നു. ആ ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ് വഗ്ഫിർ ദംബഹ്. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് നന്നാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഇയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. നെഞ്ചത്ത് കൈവച്ച് ദുആ ചെയ്തു കൊടുത്തു. ലോകത്തിന്റെ ഗുരു, കാരുണ്യത്തിന്റെ കേദാരമെന്ന് അല്ലാഹു തന്നെ വിളിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ തുഹിർ ഖൽബഹ്, ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കല്ലാ. വഗ്ഫിർ ദംബഹു, അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ അല്ലാ. എന്നിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരാ, നിങ്ങളുടെ പെങ്ങളെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ലാ യാ റസൂലല്ലാഹ്. നിങ്ങളുടെ ഉമ്മയെ ലാ യാ റസൂലല്ലാഹ്. നിങ്ങളുടെ ഭാര്യയെ ലാ യാ റസൂലല്ലാഹ്, എനിക്കത് ഇഷ്ടമല്ല. എങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും പാപിക്കുന്നുവെങ്കിൽ അത് ആരുടെയോ മകളാണ്, ആരുടെയോ ഭാര്യയാണ്, ആരുടെയോ ഉമ്മയാണ്, ആരുടെയോ പെങ്ങളല്ലയോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ടേ? മതി നബിയെ, എനിക്ക് ബോധ്യപ്പെട്ടു നബിയെ. ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന ഒരു പാപം, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എന്റെ മനസ്സിന് ഏറ്റവും വെറുപ്പുള്ളത് വ്യഭിചാരമാണ് നബിയെ എന്ന് ഹബീബിനോട് സമ്മതിച്ച് എഴുന്നേറ്റ് പോകുന്ന ചെറുപ്പക്കാരൻ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി തരാനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്നു. കഴുകി ശുദ്ധിയാക്കുവിൻ, പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കുവിൻ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുവിൻ. ഖുൽ ഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ وتجعلون له أندادا ذلك رب العالمين. അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അവനല്ലയോ ആകാശഭൂമികളെ പടച്ചത്, ഭൂമിയെ 2 ഘട്ടങ്ങളായി പടച്ചത് അള്ളാഹുവല്ലേ. ثم استوى إلى السماء وهي دخان
وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. ഭൂമി പടക്കുകയും ഭൂമിയിൽ പർവ്വതങ്ങൾ വിരിക്കുകയും അവിടെ ഭക്ഷണം, മനുഷ്യന് ആവശ്യമായ കൃഷി, സസ്യങ്ങൾ, ധാന്യങ്ങൾ എല്ലാം 4 ഘട്ടങ്ങളിലായി പടക്കുകയും ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. ആകാശഭൂമികളോട് നിങ്ങൾ അനുസരിച്ചു വരുന്നോ അതെല്ലാം നിർബന്ധപൂർവ്വം വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത്തൈനാ ത്വാഇഈൻ, അല്ലാഹുവേ നിന്നനുസരിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്റെ മുമ്പിലേക്ക് വരുന്നു. ഫഖവാഹുന്ന 7 സമാവാതിൻ ഫീ യൗമൈൻ, 2 ഘട്ടങ്ങളിലായി 7 ആകാശങ്ങളെ പടച്ചവനാണ് അല്ലാഹു. വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹാ, ഓരോ ആകാശത്തിന്റെയും കാര്യങ്ങൾ നിർണയിച്ചു കൊടുത്തവനാണ് അല്ലാഹു. വസയ്യന്ന السماء الدنيا بمصابيح, ആകാശലോകങ്ങൾക്ക് ചമൽക്കാരമായി നക്ഷത്രങ്ങളെ വിരാജിച്ചവനാണ് അല്ലാഹു. വഹിഫ്ളാ, മനുഷ്യന്റെ സംരക്ഷണമായി ഓസോൺ ലെയറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയവനല്ലയോ അല്ലാഹു. ذلك تقدير العزيز العليم فإن عرضوا, ഇതൊക്കെ ചെയ്ത അല്ലാഹുവിൽ നിന്ന് മുഖം തിരിച്ചു പോവുകയാണെങ്കിൽ ഫഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, അൻദർതുകും സാഇഖതൻ മിസ്ല സാഇഖതി ആദി വസമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങളെ നശിപ്പിച്ച പോലെ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പിടികൂടാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ അല്ലാഹുവിൽ നിന്നാണോ നിങ്ങൾ മുഖം തിരിച്ചു കളയുന്നത് എന്ന് ചോദിക്കൂ നബിയേ. സൂറത്ത് ഫുസ്സിലത്ത് വിധങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന മലാഖമാരുടെ എണ്ണം എത്രയാണ്? കഅബയുടെ നേർ മുകളിലായി 7-ാം ആകാശത്തിന്റെ മുകളിൽ ഒരു കഅബയുണ്ട്. ആ വീടിന്റെ പേര് ബൈത്തുൽ മഅമൂർ എന്നാണ്. അൽ ബൈത്തുൽ മഅമൂർ. ആ വീട്ടിലേക്ക് കയറി വരുന്നത്, ആ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നത്, ആകാശലോകത്തെ ബൈത്തുൽ മഅമൂറിനെ ഒരു ദിവസം തവാഫ് ചെയ്തു പോകുന്നത് 70,000 മലക്കിൻ, 70,000 മലാഖമാരാണ്. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നത് പുതിയ 70,000, പിറ്റത്തെ ദിവസം പുതിയ 70,000, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ബൈത്തുൽ മഅമൂറിനെ ഓരോ ദിവസവും 70,000 പുതിയ മലക്കുകൾ വന്ന് തവാഫ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ തവാഫ് ചെയ്ത മലക്കുകൾ അങ്ങോട്ട് തിരിച്ചു വരാറില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലാഖമാരുടെ എണ്ണം എത്രയാണ്? നമ്മളാരും ഇബാദത്ത് ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ ഇബാദത്ത് നടക്കുന്നുണ്ട്. ആകാശലോകങ്ങളിൽ 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം ആകാശലോകത്തില്ല. ഇല്ലാവ മലക്കുൻ സാജിദ്, സുജൂദ് ചെയ്യുന്ന മലക്ക് ഇവിടെയുണ്ട്. റുകൂയിൽ കിടക്കുന്ന മലക്കുണ്ട്. അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്. ആകാശലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ലെന്ന് മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മലായികതൻ സുഫൂഫാ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകത്ത് ജീവിക്കുന്ന മലാഖമാർ സഫായി അല്ലാഹു പടച്ചേണം മുതൽ അല്ലാഹു എന്ന് സൃഷ്ടിച്ചുവോ അവിടം മുതൽ ഒരിക്കലും തെന്നിമാറാതെ ഒരേ സഫിലായി റുകൂയിൽ കിടക്കുന്ന മലക്കുകളുണ്ട്, സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്. ലോകാവസാനമാകുമ്പോഴാണ് തല ഉയർത്തുന്നത്. തല ഉയർത്തിക്കഴിഞ്ഞാൽ
അതീശാധിപത്യനായ അല്ലാഹുവിന്റെ തിരുദാത്ത് കാണുകയും ചെയ്യുമ്പോൾ ബക്കൂ, അവര് കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലൂ, ആ മലാക്കമാർ പറയുന്നത്, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ക ഇബാദതിക്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാനക, നിന്നെ വേണ്ട വിധം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടായിട്ടില്ല പടച്ചവനെ. എവിടെ? സൃഷ്ടിച്ചേടം മുതൽ ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ തന്നെ കിടക്കുന്ന മലക്കുകൾ ലോകാവസാനമാകുമ്പോൾ തലയുയർത്തിയാൽ അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബേ വേണ്ട വിധം നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ കൊണ്ടായിട്ടില്ലെന്നാണ്. മുഅ്മിനേ, ഞാനും നിങ്ങളും ചെയ്യുന്ന ഇബാദത്തുകൾ എത്ര തുച്ഛമാണ്, എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ ഒഴിവൊക്കെ കഴിയുമ്പോ, നമ്മുടെ തിരക്കൊക്കെ തീരുമ്പോ ഒന്ന് കുമ്പിടുകയാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണെന്ന് 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തു മൻ യാ റസൂലല്ലാഹ്, ആരുടെ നിസ്കാരമാണ് നബിയെ അത്? ആരുടെ നിസ്കാരമാണ്? തങ്ങൾ പറയുന്നു, അസ്റിന്റെ സമയമായിട്ടും നിസ്കരിക്കാതെ ജലസ യർഖുബു ശംസ്, ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചില്ലല്ലോ, സമയമുണ്ടല്ലോ നിസ്കരിക്കാൻ. സൂര്യൻ അസ്തമിച്ചിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, അസ്റിന്റെ നേരമുണ്ടല്ലോ എന്നിങ്ങനെ അസ്ർ നിസ്കരിക്കാതെ കാത്തിരുന്ന് ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരം പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിലാണ് അസ്തമിക്കുന്നതെന്ന് ഗൈബിന്റെ ലോകത്തെ കാര്യം നബി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ അതുവരെ കാത്തിരുന്ന് സമയമുണ്ടല്ലോ, ഇനിയും നേരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അസ്ർ നിസ്കരിക്കാതെ അസ്ർ പിന്തിച്ച് സൂര്യൻ ചുമന്നു കഴിയുമ്പോ, ആകാശത്ത് ചുമപ്പ് നിറം വരുമ്പോ, മഗ്രിബിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങുമ്പോ, നഖറ അർബഅൻ, കോഴി അതിന്റെ ധാന്യമണികൾ കൊത്തിപ്പെറുക്കുന്ന പോലെ 4 കൊത്തവൻ കൊത്തുന്നു. 4 റക്അത്ത്. ലാ യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ ഖലീലാ, വളരെ കുറച്ചു മാത്രമേ ആ നിസ്കാരത്തിൽ അവൻ അല്ലാഹുവിനെ പറ്റി ഓർക്കുന്നുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് 4 കൊത്തുന്ന പോലെ അസ്റിന്റെ നിസ്കാരം, അസ്റിന്റെ നേരം മഗ്രിബിന്റെ മുമ്പായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിന്തിച്ച് ആകാശത്ത് ചമപ്പ് നിറം വന്ന കറാഹത്തിന്റെ നേരമാകുന്ന സമയത്ത് 4 കൊത്തുന്നു അവൻ. ലാ യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ ഖലീലാ, അവൻ അല്ലാഹുവിനെ ഓർത്തുവോ, അവൻ അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചുവോ? ഈ കൊത്തിൽ അവൻ എത്രയാണ് അല്ലാഹുവിനെ ഓർത്തത്? ആ നിസ്കാരം തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്, മുഅ്മിനിന്റേതല്ല, കപടവിശ്വാസിയുടേതാണ്. അത് കാപട്യത്തിന്റെ അടയാളമാണ്, അത് കപടവിശ്വാസിയുടെ നിസ്കാരമാണെന്ന് 3 തവണയാണ് ഹബീബ് അള്ളാഹുവിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത്. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ, അതിൽ അപാകതകൾ അല്ലാഹു പരിഹരിക്കട്ടെ, അതിലെ തെറ്റുകൾ അല്ലാഹു മാപ്പ് തരട്ടെ. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അല്ലാഹു തആല കാരണം പറഞ്ഞത് അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല എന്നാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, നിസ്കരിച്ചില്ല എന്നോ, അല്ലെങ്കിൽ അവർ കുറെ നേരം നിസ്കരിച്ചില്ല എന്നോ, അവര് കുറെ തെറ്റുകൾ ചെയ്തെന്നോ, അതൊക്കെയാണ് അവർ ചെയ്തതെങ്കിൽ പോലും കാരണം പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അല്ലാഹുവിനെ ഗൗനിക്കേണ്ട വിധത്തിൽ അവർ ഗൗനിച്ചിരുന്നില്ല. അതാണല്ലോ മൂലകാരണം. അല്ലാഹുവിനെ ഗൗനിക്കേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു والأرض جميعا قبضته يوم القيامة والسماء مطويات بيمينه سبحانه وتعالى عما يشركون. ആരാണ് അല്ലാഹു? അല്ലാഹുവിന്റെ അധികാരം നാളെ ഭൂമി മുഴുവനും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ കരങ്ങളിലാണ്.
അള്ളാഹുവിന്റെ യമീനിൽ അള്ളാഹു ആകാശലോകത്തെ ചുരുട്ടിപ്പിടിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ കരങ്ങൾ യമീന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അവന്റെ ശക്തിയിൽ ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഈ അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ അവർ ഗൗനിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നൊരു നേരം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അള്ളാഹു നമുക്ക് അവനെ ഗൗനിക്കേണ്ട വിധത്തിൽ ഗൗനിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ അളമത്തും മഹത്വവും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിസ്കരിക്കാത്തൊരു മനുഷ്യനോട്, എന്തെങ്കിലും സ്വതക്ക ഒന്നും കൊടുക്കാത്ത ആളോട് ഒരു രൂപയെങ്കിലും കൊടുത്തേക്ക്, ഒരു 5 രൂപയെങ്കിലും കൊടുത്തേക്ക്, 10 രൂപയെങ്കിലും കൊടുത്തേക്ക് എന്ന് പറയുമ്പോ നിസ്സാരമായി കാണുന്നവര് 10 കൊടുക്കുകയാണെങ്കിൽ 500 കൊടുക്കണം, അത് ഞാൻ കൊടുക്കൂല, അപ്പൊ 10 കൊടുക്കൂല. വിധങ്ങൾ പറയും, നിസ്സാരമായ തെറ്റുകൾ നിങ്ങൾ ഗൗരവത്തിൽ കാണേണ്ട പോലെ നിങ്ങൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന നന്മകൾ നിങ്ങൾ ഒരിക്കലും തന്നെ അലംഭാവത്തോടെ കാണല്ലേ. ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു തന്നേക്കും. ചിലപ്പോ ചെറിയ നന്മക്ക് വലിയ പ്രതിഫലം. രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറയുമ്പോ എന്നെ കൊണ്ടാവില്ല, ഇടോ ഒരു റക്അത്തെങ്കിലും നിസ്കരിക്ക്. ഇജ്അലൂ ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ, രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം സുബ്ഹിന്റെ മുമ്പ് വിത്റായി കൊള്ളട്ടെ എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെ മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ് വിത്ർ. നമുക്ക് വളരെ പ്രബലമായ സുന്നത്ത്. ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ചൂടെ എന്ന് പറഞ്ഞാൽ, ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു 8 ഓ 10 ഓ നിസ്കരിക്കണം, ഒന്ന് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം, ഞാനത് ചെയ്യൂല എന്ന് നന്മയെ നിസ്സാരമായി കാണുന്നവര് അങ്ങനെ ഉണ്ടാവും. രണ്ടും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ ഒരാൾ ഉരുണ്ട് മറിഞ്ഞു കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരാൾ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, മഹ്ദൂർ. ആരാണ് ആ മനുഷ്യൻ? റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ കടത്താനുണ്ടായ കാരണം എന്താണെന്നറിയുമോ? ഷഹീദായി മരിച്ചതാണോ? അല്ല. സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ വഴിക്ക് കൊടുത്ത ആളാണോ? അതുമല്ല. മരണം വരെ മാതാപിതാക്കൾക്ക് നന്മ മാത്രം ചെയ്തു പോകുന്ന മകനായതുകൊണ്ടാണോ സ്വർഗ്ഗത്തിൽ ആനന്ദിച്ചു നടന്നത്? അതുമല്ല. ജനങ്ങൾക്ക് ഒരുപാട് നന്മ പറഞ്ഞു കൊടുത്ത ഒരു ആലിമോ ഒരു ദാഇയോ ഒരു പ്രബോധകനോ ആയതുകൊണ്ടാണോ? അതുമല്ല. സമൂഹത്തിന് നേതൃത്വം കൊടുത്ത വലിയൊരു പണ്ഡിതനായതുകൊണ്ടാണോ? അതൊന്നുമല്ല. റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആസ്വദിച്ചു നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണമെന്നറിഞ്ഞുവോ? ബിഫളി ശൗഖിൻ അസാലഹു അൻ ത്വരീഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ, വിശ്വാസികൾ കടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു മുള്ളിന്റെ കെട്ടുണ്ടായിരുന്നു. ആ ഒരു മുള്ള് തന്റെ കൈ കൊണ്ട് എടുത്തു മാറ്റി ആ വഴിയിലെ തടസ്സം നീക്കിയതിന്റെ പേരിൽ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം കൊടുത്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമായ നന്മകൾ ഇന്ന് കാണല്ലേ. ചില നന്മകൾ അല്ലാഹുവിന്റെ അടുത്ത് വലുതാണ്, തിന്മകൾ നിസ്സാരമെന്ന് കരുതല്ലേ. ചില തിന്മകൾ അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ളതാണ്. ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളും ഒരു നന്മയും ലാ യഹ്തഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നന്മയും നിസ്സാരമായി കാണരുത്. തങ്ങൾ പറഞ്ഞു, വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖ, നല്ല പ്രസന്നമായ മുഖത്തോടുകൂടെ നീ നിന്റെ സഹോദരനെ കാണുന്നത്, ഒരു സഹോദരി തന്റെ സഹോദരിയെ കാണുന്നത്, ആങ്ങളമാർ പെങ്ങന്മാരെ, ഭാര്യമാർ ഭർത്താക്കന്മാരെ, ഭർത്താവ് ഭാര്യയെ, മാതാപിതാക്കൾ മക്കളെ, മക്കള് മാതാപിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാർ പുരുഷന്മാർ, അവർ തമ്മിൽ, സ്ത്രീകൾ അവർ തമ്മിൽ പ്രസന്നമായ ഒരു മുഖത്തോട് കൂടെ കണ്ടുമുട്ടുന്നത് പോലും നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. അതിനല്ലാഹു വലിയ പ്രതിഫലം നൽകിയേക്കും.
നല്ല പ്രസന്നതയോടുകൂടെ നടക്കുക, സന്തോഷത്തോടുകൂടെ നടക്കുക. മുഖത്തൊരു പ്രസന്നതയും വെളിച്ചവും ഒരു ചിരിയോ പുഞ്ചിരിയോ മുഖത്തുണ്ടാവുന്നത് നിസ്സാരമായി കാണല്ലേ. അതിപ്പോൾ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കല്ലേ. വലിയ കൂലി അല്ലാഹു നൽകിയേക്കും. സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന ഒരാൾക്ക് സ്വർഗം കിട്ടാൻ കാരണം പറഞ്ഞത് നബി തങ്ങൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിൽ കടന്ന ഒരാൾ വഴിയിൽ തടസ്സമായി നിന്നിരുന്ന ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് അല്ലാഹു സ്വർഗം നൽകിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരം റോഡിലേക്ക് നിൽക്കാൻ അതിന്റെ കൊമ്പ് വെട്ടി കൊടുക്കുന്നത്. ചില കൂട്ടുകാരൊക്കെ പറയും, സ്വർണത്തിന്റെ വില ആയിരിക്കും അപ്പൊ ആ മരത്തിന് അയാൾക്ക്, ആ കൊമ്പ് വെട്ടിക്കൂടെ? വെട്ടൂല. വഴിക്ക് തടസ്സമാകുന്നത്, വാഹനങ്ങൾ കടന്നു പോകാൻ തടസ്സമാകുന്ന ഒരു മരം ഒരാൾ വെട്ടിക്കൊടുക്കുന്നത്, വാഹനം കടന്നു പോകാൻ പ്രയാസമുള്ള ഒരു മതില് ഒരാൾ മാറ്റിക്കുത്തുന്നത്, വാഹനം കടന്നു പോകാൻ വേണ്ടി ഒരൽപ്പം വഴി കൊടുക്കുന്നത് ഒക്കെ നിസ്സാരമെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്വർഗം കിട്ടാൻ കാരണമായേക്കും. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാനുണ്ടായ കാരണം, രണ്ടാളെ കുറിച്ച് ഒരാൾ കടന്നത് ഒരു മുള്ള് കൈകൊണ്ടെടുത്തു മാറ്റിയപ്പോ വേറൊരാൾ സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഒരു മരം തടസ്സമായിരുന്നപ്പോ, വഴിയിൽ തടസ്സമായിരുന്നപ്പോ അത് മുറിച്ചു മാറ്റി കൊടുത്തതിന്റെ പേരിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഇസ്രായേലിലെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും അത്ഭുതമുള്ള കഥ അതാണ്. ബനു ഇസ്രായേലിൽ കടന്നുപോയ പെണ്ണ് ബഗിയുൻ മിൻ ബഗായ ബനി ഇസ്രായേൽ. ബഗി എന്നേ പറയൂ, ബഗിയത്ത് എന്ന് പറയേണ്ടതില്ല. വ്യഭിചാരം തൊഴിലായി കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെയാണ് ബഗി എന്ന് പറയുന്നത്. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ഒരുപാട് ആളുകളുമായി വ്യഭിചരിച്ച് നടക്കുന്നവൾ. ദാഹിച്ചവള് വെള്ളം കുടിച്ച് ഒരു യാത്രക്കിടെ വെള്ളം കുടിച്ച് കയറി വന്നപ്പോ താൻ കുടിച്ച വെള്ളം കയ്യിൽ നിന്ന് വായിൽ നിന്ന് താഴെ ഉറ്റിപ്പോയ മണ്ണ് അത് നക്കിത്തുടച്ചുകൊണ്ടിരുന്ന ഒരു നായ അതിന്റെ വേദന കണ്ടപ്പോ അതിന് ദാഹിക്കുന്നുണ്ടല്ലോ, എന്നെ പോലെ തന്നെ അതിന് ജീവനുണ്ടല്ലോ എന്ന് കരുതി കൽബിൽ ഒരു കാരുണ്യം മണപൊട്ടുകയും ആ കിണറ്റിലേക്ക് രണ്ടാമതും ഇറങ്ങുകയും പാത്രം കോരിയെടുക്കാൻ കിട്ടാതെ വന്നപ്പോ തന്റെ ഷൂ അഴിച്ച് അതിൽ വെള്ളമെടുത്തു വന്ന് നായയെ കുടിപ്പിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസല്ലയോ. അല്ലാഹു തആല ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം ചെയ്ത പെണ്ണ് അല്ലാഹു തആല പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ, അല്ലാഹു മാപ്പ് തരുമെന്ന പ്രതീക്ഷയിൽ ഒരു വെള്ളം ഒരു ജീവിക്ക് കുടിപ്പിച്ചത്, അത് മുഗല്ലലായ നജസ് എന്ന് പറയുന്ന ജീവിക്ക്, നജസുകളിൽ കാഠിന്യമുള്ള നജസിന്, ആ ജീവിക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു സ്വർഗം കൊടുത്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനദറല്ലാഹു ഇലൈഹാ ഫഗഫറ ലഹാ. അവളിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവുകയും അള്ളാഹു അവൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു പെണ്ണും രണ്ട് പെൺകുട്ടികളും കടന്നു വന്ന നേരം ഒരു പെണ്ണ് വന്നു, അവളുടെ കൂടെ രണ്ട് കുട്ടികൾ, ഒരു ഉമ്മയും രണ്ട് മക്കളും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു, ബൈത്തുൻ നുബുവത്തിലേക്ക് വന്നു. അവര് പറഞ്ഞു, ആയിഷ ബീവി, യാ ഉമ്മൽ മുഅ്മിനീൻ, ആയിഷ ബീവി, 3 ദിവസമായി എന്റെ വയറ്റിലേക്ക് വായിലേക്ക് ഒരു ഭക്ഷണവും കടന്നു പോയിട്ടില്ല. എന്റെ മക്കൾക്കും എന്തെങ്കിലും തരണം, എന്തെങ്കിലും തരണം. ആര് ചോദിക്കുന്നു? ഒരു സാധുവായ പെണ്ണ് 2 പെൺമക്കളെയും കൊണ്ടുവന്നിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലേക്ക് ചെന്നു, റൂമിലേക്ക് ചെന്നു. എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ആയിഷ ബീവിക്ക് കിട്ടിയ ഭക്ഷണം എത്രയാണെന്നറിയുമോ? 3 തമറാത്തിൻ, 3 കാരക്കയാണ്. ഒരു ചാക്ക് അരിവിടെയില്ല, സ്റ്റോർ റൂം അവിടെ കിടക്കുന്നില്ല, മാസങ്ങളോളം തിന്നാനുള്ള ഗോതമ്പ് അവിടെയില്ല. നുബുവത്തിന്റെ വീട്ടിൽ കാണുന്നത് 3 കാരക്കയാണ്. 3 കാരക്ക ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവന്നു. ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഓരോ പെൺമക്കൾക്ക് കൊടുത്തു. ഒന്ന് ആ ഉമ്മ കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കെ 2 കുട്ടികളും വളരെ പെട്ടെന്ന് ഓരോരോ കാരക്കകൾ വായിലേക്കിട്ട് ഉമ്മ തന്റെ ഒരു ഓഹരി തിന്നാൻ പോകുമ്പോ 2 മക്കളും പറഞ്ഞു, ഉമ്മ എനിക്ക് വേണം, മതിയായിട്ടില്ല ഉമ്മ, വിശപ്പടങ്ങിയിട്ടില്ല. 3 ദിവസമായി ഒരു ഭക്ഷണം പോലും കഴിക്കാത്ത ഈ പെണ്ണ് തന്റെ വായിലേക്ക് ആ ഒരു കാരക്ക കൊണ്ടുപോകുന്ന നേരത്ത് തന്റെ പിഞ്ചുമക്കളോട് തോന്നിയ കാരുണ്യം കാരണം
താൻ തിന്നേണ്ട തന്റെ ഓഹരി തിന്നാതെ ആ കാരക്ക 2 പകുതിയായി കൊടുത്ത് ഓരോ പെൺകുട്ടികൾക്കും കൊടുത്തത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, റഅയ്തു അജബൻ യാ നബിയല്ലാഹ്, അത്ഭുതം കണ്ടു നബിയേ, ഞാൻ അത്ഭുതം കണ്ടു നബിയേ. എന്താ അത്ഭുതം? ഓരോരോ കാരക്ക ഓരോരുത്തർക്കും വീതിച്ചെടുത്ത് എടുക്കാനുള്ളത് ഓരോന്നും ആ കുഞ്ഞുങ്ങൾ തിന്നു കഴിഞ്ഞ് ഉമ്മയോട് ഉമ്മയുടെ ഓഹരി വേണമെന്ന് പറഞ്ഞപ്പോ അത് വായിലേക്ക് കൊണ്ടുപോകാതെ പിഞ്ചു മക്കൾക്ക് ചീന്തിക്കൊടുത്ത ആ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി നബിയേ. ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്ത വാക്കെന്താണെന്നറിയുമോ? യാ ആയിഷ, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. അത് കാരണം ഏതാണ് അത് എന്ന് പറഞ്ഞത്? ഒരു കാരക്കയുടെ ചീന്ത്, ഒരു കാരക്ക 2ആയി പകുത്തത്. അത് കാരണം ആ പെണ്ണിന് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതി ഒരുപക്ഷെ അല്ലാഹു കബൂലാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമല്ലയോ? അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അത് മതിയല്ലോ. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പാപങ്ങൾ ചെയ്തവർ തൗബ ചെയ്യണം. നമ്മളൊക്കെ തൗബ ചെയ്യേണ്ടവർ, നമ്മളൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങേണ്ടവർ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവർ. ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ മദീനയിലെ ഒരു കച്ചവടക്കാരൻ, ഒരു സാധാരണ കച്ചവടക്കാരൻ, എന്റെ റൂമിലേക്ക്, എന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരു പെണ്ണ് വന്നു, ഒരു സാധനം അന്വേഷിച്ച്. അതെന്റെ അടുത്തില്ല. ഞാൻ പറഞ്ഞു അകത്തുണ്ട് എന്ന്. അവളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു നബിയെ. ഞാൻ അവളെ ചുംബിച്ചു പോയി എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് സങ്കടം വന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ അള്ളാഹുവിന്റെ വഹി വരാൻ കാത്തിരിക്കുന്നു. എന്തു പറയണം തന്റെ അനുയായിയോട്? ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, ആ പാപത്തിന് എന്താണ് പ്രായശ്ചിത്തം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്. തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുമെന്ന അള്ളാഹുവിന്റെ വചനം അവതരിക്കാൻ കാരണം ഈ സംഭവമാണ്. ഇന്നൽ ഹസനാതി, നന്മകൾ, യുദ്ഹിബിനസ് സയ്യിആത്ത്, തിന്മകളെ ഇല്ലാതെയാക്കും. തെറ്റുകൾ നീക്കിക്കളയാൻ നന്മകൾക്ക് സാധിക്കും. നന്മകൾ ചെയ്തുകൊണ്ട് തെറ്റ് നിലനിർത്തണം എന്നല്ല അതിനർത്ഥം. തെറ്റ് ചെയ്തതിനെ പൊറുപ്പിച്ചു കിട്ടാൻ പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. അതോടൊപ്പം നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്, സ്വതക്ക ചെയ്യുന്നത്, ദാനധർമ്മം ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, യതീമുകളെ സംരക്ഷിക്കുന്നത്, വിധവകൾക്ക് സഹായം ചെയ്യുന്നത്, പാവപ്പെട്ടവന് സഹായം ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം ചെയ്തുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. പാപങ്ങൾ നടക്കുന്നൊരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ അദാബ് വരും. അതാണ് പേടിക്കേണ്ടത്. നിസ്സാരമായി വിചാരിക്കുന്ന സംഗതികൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ പലിശയുടെ ഇടപാടുകൾ വരുമ്പോൾ പണയം വെക്കലും എടുക്കലും, പലിശക്ക് കൊടുക്കലും വാങ്ങിക്കലും, പലിശയുടെ ഉപയോഗം നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ കച്ചവടത്തിൽ, വീട് വെക്കുന്നിടത്ത്, മക്കളെ പഠിപ്പിക്കുന്നിടത്ത്, വാഹനത്തിൽ തുടങ്ങി ഈ പലിശയുടെ ഉപയോഗം വർദ്ധിച്ചു വരുമ്പോ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമല്ലേ? എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും ചെയ്യുന്ന പണിയല്ലേ? എല്ലാവരും തിന്മ ചെയ്താൽ ആ തിന്മ ഹലാലാകുമോ? എല്ലാവരും തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ അത് ഹലാലാകുമോ? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി, നിബിതങ്ങൾ പറയുമായിരുന്നു, പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളും തെറ്റ് ചെയ്താൽ ആ മുഴുവൻ ആളുകളെയും ശിക്ഷിക്കാൻ അള്ളാഹുവിന് വല്ല പ്രയാസവുമുണ്ടോ? നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന മുസീബത്തുകൾ, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹുവിന്റെ വചനം നോക്കണം. ഇത് ഗൗരവപ്പെടുത്തുന്ന ഒരായത്താണ്. സൂറത്ത് ശൂറായിലെ 30-ാമത്തെ ആയത്ത്. വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് ഏതൊരു പരീക്ഷണം വരുമ്പോഴും, ഒരു പ്രയാസം വരുമ്പോഴും,
ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ ചെയ്ത ഏതോ തിന്മക്ക് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണത്. വമാ അസ്വാബകും മിൻ മുസീബ, ഏത് ചെറുതും വലുതുമായ പ്രയാസം നിങ്ങൾക്ക് വരുന്നത് എന്താ കാരണം എന്നറിയുമോ? ഫബിമാ കസബത് ഐദീകും, നിങ്ങളായി ചെയ്തു വെച്ച തെറ്റുകളുണ്ട്, നിങ്ങൾ ചെയ്തു വെച്ച തിന്മകളാണ് അതിന്റെ കാരണം. എന്നാൽ നിങ്ങൾ ചെയ്ത ഓരോ തിന്മക്കും അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടില്ല തന്നെ. വയഅഫു അൻ കസീർ, ഒരുപാട് അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരുന്നുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് അല്ലാഹു വിട്ടുപുറത്തു തരുന്നുണ്ട്. ചിലതെല്ലാം അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത്, ചില പ്രയാസങ്ങള്, ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നത് ചെയ്തുപോയ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്, ചെയ്തുപോയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവലമ്മാ അസ്വാബതുകും മുസീബ ഖദ് അസബതും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഹുവ മിൻ ഇൻദി അൻഫുസികും. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിച്ചപ്പോ അല്ലാഹു ബഹുദൈവ ആരാധന ചെയ്യുന്ന മുശ്രികൾക്ക് വിജയം കൊടുക്കുകയോ ഞങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുകയോ എന്ന് സ്വഹാബത്ത് ചിന്തിച്ചുപോയി. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അവസാനം പരാജയമായ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നിബിതങ്ങൾ ഇറങ്ങി വരരുത് ഞാൻ പറയുന്നത് വരെ എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കാതെ യുദ്ധം അവസാനിച്ചു കാണും, നിബിതങ്ങൾ ഞങ്ങളോട് പറയാൻ സൗകര്യപ്പെടാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ജബലുർ റുമാത്തിൽ അമ്പെയ്യാൻ ആളുകളെ നിർത്തിയിരുന്ന കുന്നിൻ പുറത്തു നിന്ന് സ്വഹാബികൾ താഴെയിറങ്ങി വന്നപ്പോഴാണ് അന്ന് ഇസ്ലാമിന്റെ വിരുദ്ധപക്ഷത്തുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം വന്ന് മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നത്, ഹബീബിന്റെ മുൻപല്ല് പോകുന്നത്, സ്വഹാബത്തിൽ ഒരുപാട് ആളുകൾക്ക് രക്തസാക്ഷിത്വം ലഭിക്കുന്നത്. മുശ്രിക്കുകൾ വിജയിച്ചുവല്ലോ. സ്വഹാബത്ത് പറയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ഞങ്ങൾക്ക് പരാജയമോ? കഅബയിലും പരിസരത്തും ബിംബങ്ങൾ വെച്ച് പൂജിക്കുന്ന ഇവർക്ക് അല്ലാഹു നബിയുടെ കൺമുമ്പിൽ വെച്ച് വിജയം കൊടുക്കുകയോ? ഇതെന്ത് കഥ? ഞങ്ങളല്ലേ ജയിക്കേണ്ടത്, ഞങ്ങളല്ലേ ജയിക്കേണ്ടത്, ഞങ്ങൾ പരാജയപ്പെടുകയും മുശ്രിക്കുകൾ വിജയിക്കുകയുമോ എന്ന സംശയം വന്നപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കുന്നത്. അവലമ്മാ അസ്വാബതുകും മുസീബ ഖദ് അസബതും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ, എങ്ങനെയാണ് ഞങ്ങൾക്ക് പരാജയം വരിക? ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, ഹുവ മിൻ ഇൻദി അൻഫുസികും, നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണിത്, നിങ്ങൾ ചെയ്ത തിന്മ കൊണ്ടാണ് ഈ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ഉഹദിൽ സ്വഹാബത്തിനോട് അല്ലാഹു പറയുന്നത്. മുഅ്മിനെ, നമുക്ക് മാതൃകയാണ്. സ്വഹാബികളോടാ പറയുന്നത്, ഈ പരാജയത്തിന്റെ കാരണം നിങ്ങൾ ചെയ്തൊരു കുറ്റമാണ്. അത്ഭുതപ്പെടേണ്ടത് രണ്ടാമതൊരു ഉഹദ് ആവർത്തിച്ചിട്ടില്ല എന്നതാണ്. സ്വഹാബത്ത് പാഠം പഠിച്ചു, സ്വഹാബത്ത് പാഠം പഠിച്ചു. നബി തങ്ങളുടെ ഒരു വാക്ക്, പിന്നെ ഒരു അണുമണി തൂക്കം വിട്ടുവീഴ്ചയില്ലാതെ നബിയുടെ വാക്ക് ശിരസാ വഹിക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. രണ്ട് ഉഹദ് ഉണ്ടായിട്ടില്ല, ഉഹദ് ആവർത്തിച്ചിട്ടില്ല. സ്വഹാബത്ത് പാഠം പഠിച്ചു, അല്ലാഹു പാഠം പഠിപ്പിച്ചു. ഖുൽ, പറയണം നബിയേ, ഹുവ മിൻ ഇൻദി അൻഫുസികും, നമുക്ക് സംഭവിക്കുന്നത് നമ്മളാൽ ചെയ്തു പോയ തെറ്റുകൾ കാരണമാണ്. ചിലരെങ്കിലും ചോദിച്ചേക്കും, ഇസ്ലാമിക ലോകത്തെന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്? ഫലസ്തീനിൽ എന്താണ് പ്രശ്നം അവസാനിക്കാത്തത്? യുദ്ധങ്ങൾ നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ, യമനിൽ, സിറിയയിൽ, ഈജിപ്തിൽ, ലെബനോനിൽ, അൾജീരിയയിൽ, ഇങ്ങനെ തുടങ്ങി മൊറോക്കോയിൽ മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ, മിസ്രിൽ, അവിടെയല്ലാതെ ലോകത്ത് ഒരിടത്തും പ്രശ്നങ്ങളില്ലല്ലോ. അവിടെയാണല്ലോ യുദ്ധം നടക്കുന്നത്. ഹറമേനിയുള്ള നാട് പോലും യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നുവല്ലോ. യമനുമായുള്ള യുദ്ധത്തിൽ, അല്ലാത്ത പ്രതിരോധങ്ങളിൽ എന്ത് പറ്റി മുസ്ലിം ലോകത്തിന്? എന്താണ് ഈ കഥ? ഈ പരീക്ഷണം എങ്ങനെ ഇവിടുന്ന് മോചനമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കേണ്ടത്, അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ എത്രയുണ്ട് അല്ലാഹുവിനുള്ള സ്ഥാനം? അറബികളോട് ചോദിക്കിൻ, ഫലസ്തീനികളോട് ചോദിക്കിൻ, നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ബന്ധം എത്രയാണ്? മസ്ജിദുൽ അഖ്സയോട് നിങ്ങളുടെ മനസ്സിലുള്ള ബന്ധം എത്രയാണ്? ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ
ഗസയുടെ ഓരങ്ങളിൽ, ബീച്ചുകളിൽ യൂറോപ്യന്മാരെ നാണിപ്പിക്കുന്ന വേണ്ടാവൃത്തികൾ നടക്കുന്ന രാജ്യമാണത്. എത്രയോ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ കടന്നുപോയ രാജ്യത്ത് അല്ലാഹുവിനെ വളരെ ഭയപ്പെട്ട് സാത്വികരും സജ്ജനങ്ങളും സൽസ്വഭാവികളുമായി ജീവിക്കേണ്ടതിന് പകരം സർവ്വ ദുസ്വഭാവങ്ങളും എടുത്ത് സർവമാന അഹങ്കാരവും കൽബിൽ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിയപ്പോഴാണ് ജൂതന്മാരെ കൊണ്ട് അല്ലാഹു നമുക്ക് പാഠം തന്നത്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? മുസ്ലിം രാജ്യങ്ങളിൽ, അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയ രാജ്യങ്ങളിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് എത്രയാണ് നമ്മുടെ മനസ്സിലുള്ള ബോധം? ഈ ബോധത്തിനനുസരിച്ച് അല്ലാഹു നമ്മിലേക്ക് ഇടപെടും. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനോട് ബന്ധപ്പെടുന്നത്? അല്ലാഹു നമ്മളുള്ള ഇടപാടുകൾ എങ്ങനെയാണ്? ആ ഇടപാടുകളിൽ വീഴ്ച വരുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നുണ്ട്. ഈ പരീക്ഷണങ്ങൾ അവസാനിക്കൂലേ? തീർച്ചയായും അവസാനിക്കും. ഇനിയൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ വഫാത്തിന്റെ ശേഷം ഇവിടെ ഖിലാഫത്ത് വരും. ഖിലാഫത്ത് വരും. ഇലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്ര ഇവിടെ അല്ലാഹു തആല ഖിലാഫത്തിന്റെ ഭരണം നടത്തും. ഖിലാഫത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുൽക്കൻ ഗളൂളാ, ഇവിടെ കടുത്ത രാജഭരണം വരാനുണ്ട്. ആ കടുത്ത രാജഭരണം ഇലാ മാ ഷാ അല്ലാഹ്, ഒരുപാട് കാലം കടുത്ത രാജഭരണങ്ങൾ വരും. അതിന്റെ ശേഷം മുൽക്കൻ ജബരിയ, അധികാരമുള്ള സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന കാലം വരും. ആ കാലവും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അൽ ഖിലാഫ, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്തുണ്ടായ ഖിലാഫത്ത് പോലെയുള്ള ഒരു ഖിലാഫത്ത് ലോകാവസാനത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഈ സമൂഹത്തിന്റെ ആത്മീയ നേതാവ്, ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ നേതാവ്, ഈ സമൂഹത്തിന്റെ സർവമാന നന്മകൾക്കും വഴി കാണിച്ചു തന്ന അല്ലാഹുവിന്റെ ദൂതർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാവാൻ, നമ്മിൽ പ്രതീക്ഷ ജനിപ്പിക്കാൻ, നുബുവത്തിന്റെ ശേഷം ഖിലാഫത്ത്, ഖിലാഫത്തിന്റെ ശേഷം രാജഭരണം, രാജഭരണത്തിന് ശേഷം ഏകാധിപത്യം, ഏകാധിപത്യം കഴിഞ്ഞാൽ മഹാനായ ഇമാം മഹ്ദിയിലൂടെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിലൂടെ ഒരു ഖിലാഫത്ത് കൂടെ തിരിച്ചു വരാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ലോകത്ത് യുദ്ധം അവസാനിക്കുമോ? അവസാനിക്കും. മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങൾ തീരുമോ? തീരും. എപ്പോ? ഞാനും നിങ്ങളും ദീനിലേക്ക് തിരിച്ചു വന്നാൽ, ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നാൽ. ഇതിലും എത്രയോ ഗൗരവമുള്ള സാഹചര്യം ഈ ഉമ്മത്തിൽ കടന്നുപോയിട്ടുണ്ട്. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. താർത്താരികൾ, മംഗോളിയക്കാർ ഇറാഖ് ആക്രമിച്ചപ്പോൾ, ബഗ്ദാദ് ആക്രമിച്ചപ്പോ 40 ദിവസം ബഗ്ദാദ് താർത്താരികളുടെ കയ്യിൽപ്പെട്ടപ്പോ, ചെങ്കിസ് ഖാന്റെ പടയോട്ടം അങ്ങ് ഇറാഖിലൂടെ കടന്നുപോയപ്പോ എത്രയായിരങ്ങളാ മരിച്ചതെന്നറിയുമോ? എത്ര ആയിരങ്ങളാ മരിച്ചത്? 40 ദിവസം കൊണ്ട് കൊള്ളയും കൊലയുമല്ലാതെ മറ്റൊന്നും താർത്താരികൾ ചെയ്തില്ല. മുസ്ലിമീങ്ങൾക്ക് അഴുക്ക് ചാലുകളിൽ, ഓട ഒഴുകുന്ന ചാലുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ടോയ്ലറ്റുകളുടെ സെപ്റ്റിക് ടാങ്കുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ദുർഗന്ധം നമിക്കുന്ന മാളങ്ങളിൽ, പുത്തുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും 40 ദിവസം കൊണ്ട് താർത്താരികൾ കൊന്നത്. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ചത് 1,40,000, 10,40,000 ആളുകളെ ഇറാഖിൽ മാത്രം 40 ദിവസം കൊണ്ട് കൊന്നവരാണ് താർത്താരികൾ. മുസ്ലിമീങ്ങളിൽ 10,40,000 ആളുകൾ. അങ്ങനെ ഒരു കൊലപാതകം, ഒരു മഹാവിപത്ത് മുസ്ലിം ലോകത്ത് നടന്നപ്പോ ഇനിയൊരു തിരിച്ചുവരവുണ്ടോ? ഇറാഖിന് തിരിച്ചു വരാൻ കഴിയുമോ? ഇറാഖിന് മോചനമുണ്ടോ എന്ന് ലോകം സംശയിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു വന്നില്ലേ? അള്ളാഹുവിലേക്ക് അവർ മടങ്ങിയപ്പോൾ അള്ളാഹു അധികാരം തിരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ അധികാരം ദുരുപയോഗം ചെയ്തപ്പോൾ ശത്രുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി അള്ളാഹു ഒരു തിരിച്ചുവരവ് മുസ്ലിമീങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു വരണം. ഫഫിറൂ ഇലല്ലാഹ്, ഇന്ന
ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും വലിയ പരീക്ഷണമാണ് താർത്താരികളുടെ കാലത്തുണ്ടായത്. 10 ലക്ഷമൊന്നും ഇപ്പൊ കൊല്ലപ്പെട്ടില്ലല്ലോ. 10,40,000 40 ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലോകത്ത്. ഇതൊക്കെ തീർന്നില്ലേ? അതുപോലെ ഒരു നല്ല നാൾ തിരിച്ചു വരും, ഒരു നല്ല പ്രഭാതം വരാൻ പോകുന്നുണ്ട്, ഒരു സമാധാനപരമുള്ള കാലം വരുന്നു. എന്തേ വേണ്ടത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിജയം തരാം. വഅദല്ലാഹുല്ലദീന ആമനൂ വഅമലുസ്സാലിഹാതി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നമുക്ക് അധികാരം തരാമെന്നും സമാധാനം തരാമെന്നും വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. നിങ്ങൾ ശിർക്കും കുഫറും എല്ലാം മാറ്റിവെച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവന്റെ അടിമകളായി തിരിച്ചു വന്നാൽ, സത്യവിശ്വാസികളായി തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം. നിങ്ങളുടെ കൈകളിൽ സമാധാനം വരും, നിങ്ങളുടെ മനസ്സുകളിൽ ആനന്ദം തരും, നിങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന അവസ്ഥ, ഈ പ്രപഞ്ചത്തിന്റെ അധികാരം നിങ്ങളുടെ കൈകളിൽ തരാം. എന്ത് വേണം? യഅ്ബുദൂനനി, നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്, പൈസയല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്, ശരീരത്തിന്റെ അവയവങ്ങളിലല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്. നിങ്ങളുടെ വയറോ ഭോഗ്യമോ അല്ല, ഭോഗിക്കാനും ഭുജിക്കാനും അല്ല ജീവിക്കുന്നത്. ഞാൻ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ വന്നവനാണെന്ന തിരിച്ചറിവ് എപ്പോഴുണ്ടാകുന്നുവോ ആ നേരം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാമെന്ന് യഅലമു സിർറ വഅഖ്ഫാ, എല്ലാം അറിയുന്ന അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ ഈ ഇസ്ലാം വിട്ടോടുകയാണെങ്കിൽ, ഇസ്ലാം വേണ്ടെന്ന് വെച്ചാൽ, സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചവരെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, ഇസ്ലാം വേണ്ടെന്ന് വെച്ച് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു നിങ്ങൾക്ക് പകരം ഒരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അല്ലാഹുവിനെ സ്നേഹിക്കും, അല്ലാഹു അവരെ സ്നേഹിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ലോല ഹൃദയമുള്ളവരായിരിക്കും അവർ. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, ദൈവനിഷേധികളോട് കടുത്ത സമീപനം സ്വീകരിക്കുന്നവർ. മുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നവരും ഒരാളെയും പേടിക്കാതെ അല്ലാഹുവിന്റെ നിയമം പാലിച്ചു ജീവിക്കുകയും ചെയ്യുന്നവർ. അങ്ങനത്തെ ഒരു വിഭാഗത്തെ നിങ്ങളെ കൊണ്ടാവില്ലെങ്കിൽ അല്ലാഹു കൊണ്ടുവരും. ذلك فضل الله, ഇത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. യുഅതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം. നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ നഷ്ടം നമുക്കാണ്. നമ്മളല്ലെങ്കിൽ അവന്റെ മാലാഖമാരുണ്ട്. അല്ലാഹുവിന്റെ മാലാഖമാർ ജനിച്ച അല്ലാഹു സൃഷ്ടിച്ചയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്നിട്ട് മാ അബദനാക ഹഖ ഇബാദതിക്, പടച്ചവനെ വേണ്ട വിധത്തിൽ നിനക്ക് നിസ്കരിക്കാൻ ആയിട്ടില്ലല്ലോ എന്ന് പറയുന്ന മാലാഖമാർ മനുഷ്യരെ കൊണ്ടുപോയി നമുക്ക് പകരം മറ്റു സമൂഹങ്ങൾ ഇവിടെ കൊണ്ടുവരും. അല്ലാഹു യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവരല്ലാഹു സ്നേഹിക്കുകയും അവരല്ലാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യും. നഷ്ടം നമുക്കാണ്. അതുകൊണ്ട് ഈ നഷ്ടം നികത്താനുള്ള അവസരം മരണത്തിന്റെ മുമ്പ് അല്ലാഹു തന്നിരിക്കുന്നു. തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ചു മടങ്ങി, ചെറിയ തെറ്റുപോലും മാറ്റിവെച്ച്, ഒരു ചെറിയ നന്മ പോലും മാറ്റിവെക്കാതെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നാൽ അവൻ ഏറ്റെടുക്കാൻ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ സ്വർഗം അവരെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു അവന്റെ സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മെ ചേർത്തു തരട്ടെ. അവന്റെ സജ്ജനങ്ങൾ കടന്നു പോകുന്നിടത്തേക്ക് പാപികളായ നമ്മെ അല്ലാഹു കടന്നു ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. സ്വർഗലോകം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഗുരുനാഥന്മാരോടൊപ്പം, സാധുമാരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് കടക്കാനും നാളെ റബ്ബിനെ കാണാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരേണമേ. അല്ലാഹ്
पुतली की तरह हर नजर से मस्तूर है तू, आंखें जिसे ढूंढती हैं वो राज है तू. അല്ലാഹുവേ اللهم لا تحرمنا لذة النظر الى وجهك يا الله. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു അവന്റെ റുഅയത്ത് അവന്റെ ലിഖാ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അബുദാബിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട SKSFന്റെ സജീവ പ്രവർത്തകൻ നൂഞ്ഞേരി സ്വദേശി ഇബ്രാഹിം കുട്ടി ചേലേരി മുക്കലെ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു സമൂഹത്തിന്, ബഹുമാനപ്പെട്ട സമസ്തക്ക്, സമൂഹത്തിന്, ദീനിന് ചെയ്ത സേവനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് കബൂലാക്കട്ടെ. 2 വർഷം മുമ്പ് അപകടത്തിൽ മരണപ്പെട്ടു പോയ ശാഖ SKSF പ്രവർത്തകരായിരുന്ന റാഷിദ്, ജാസിം, ഫൈസൽ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ 3 സഹോദരങ്ങൾക്കും മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഉപ്പ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പാണ്, രോഗശമനത്തിന് ദുആ ഇറക്കണമെന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരന്റെ ഉപ്പ ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ.